നമ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. നാനാവർണ്ണ പുഷ്പങ്ങളാൽ ആവൃതമായ മാമരങ്ങളാകുന്ന വാർമുടി ചേർത്ത്, ചക്രവാകങ്ങളാകുന്ന സ്തനങ്ങൾ, രാജഹംസങ്ങളാകുന്ന അരഞ്ഞാൺ, തൂമണൽ തിട്ടാകുന്ന നിതംബം, പൂമ്പൊടികളാകുന്ന കുറിക്കൂട്ട്, പാൽനുരയാകുന്ന വെൺപട്ടുടയാട, വികസിച്ചു നിൽക്കുന്ന നീല താമരയാകുന്ന നേത്രം, ഇങ്ങനെ ഒരു കാമിനിയാങ്കിയെ പോലെ കുണുങ്ങി കുണുങ്ങി പോകുന്ന നർമ്മദയെ നീർപ്പുകലാകുന്ന ആലിംഗനത്തിന് തയ്യാറായ രാവണൻ പുഷ്പകത്തിൽ നിന്നിറങ്ങി സമീപിച്ചു. മഹാമുനികൾ അധിവസിക്കുന്ന ആ പുണ്യ നദീ തീരത്തിലെ ചാരുമണൽ തട്ടിൽ സജീവന്മാരോടൊന്നിച്ച് ലങ്കേശ്വരൻ ഇരുന്നു. നദീശ്വരിയായ ഗംഗ തന്നെയാണ് ഇതെന്ന് ലങ്കേശ്വരൻ പുകഴ്ത്തിക്കൊണ്ട് അമാത്യരോട് ലീലാവിലാസത്തോടെ തുടർന്നു. 1000 കിരണങ്ങളാൽ പാരിടം മുഴുവൻ പൊന്നാക്കി മാറ്റിയ പകലോൻ ഇതാ ആകാശമധ്യത്തിലാണ്. കൊടിയ ചൂട് നൽകേണ്ടവനായ ചണ്ഡഭാനു ഞാനിവിടെ ഇരിക്കുമ്പോൾ പാലൊളി ചന്ദ്രനായി മാറിയത് നോക്കുവിൻ. നർമ്മദാ തീർത്ഥത്തിലെ തണുപ്പും പുഷ്പങ്ങളിലെ വാസനയും വഹിച്ച വായു എത്രമാത്രം ഭയത്തോടു കൂടിയാണ് പാരവശ്യം അകറ്റുവാൻ എന്നെ വീശുന്നത്. മാനസോല്ലാസത്തെ വളർത്തുന്ന നർമ്മദാ സരിത്ത് പേടിച്ചരണ്ടു നിൽക്കുന്ന പെൺമണിയെപ്പോലെ മത്സ്യങ്ങൾ, പക്ഷികൾ, മുതലകൾ, അലകൾ എന്നിവയെ നിശ്ചലമാക്കി നിൽക്കുന്നത് കാണുവിൻ. സാർവഭൗമൻ തുടങ്ങിയ ദിഗ്ഗജങ്ങൾ മതിച്ചുകൊണ്ട് ഗംഗയിൽ ഇറങ്ങുന്നത് പോലെ സുഖസന്ധായകമായ ഈ നദിയിൽ നിങ്ങൾ ഇറങ്ങുവിൻ. ഇന്ദ്രതുല്യരായ അരജവരന്മാരോട് അടരാടി രക്തചന്ദനമാകുന്ന ചെഞ്ചോര അണിഞ്ഞവരാണ് നിങ്ങൾ. പാപങ്ങൾ കഴുകിക്കളയുന്ന ഈ മഹാനദിയിൽ സ്നാനം ചെയ്യുവിൻ. ഞാൻ ശരശ്ചന്ദ്ര കിരണ തുല്യമായ ഈ ശ്രീമണൽ തട്ടിൽ ഇരുന്ന് ഇന്ദ്രചൂടനായ മഹാദേവന് പുഷ്പാഞ്ജലി ചെയ്യാം. ലങ്കേശ്വരന്റെ അനുജ്ഞ കിട്ടിയപ്പോൾ പ്രഹസ്തൻ, ശൂകൻ, സാരണൻ, ധൂമാക്ഷൻ, മഹോദരൻ എന്നീ അമാത്യന്മാർ നദിയിലിറങ്ങി. വാമനൻ, അർജുനൻ, പത്മൻ മുതലായ ദിഗ്ഗജങ്ങൾ മതിച്ചുകൊണ്ട് ഗംഗയെ എന്ന പോലെ ഉരച്ചു. മുങ്ങിക്കുളിച്ച ആ രാക്ഷസവര്യന്മാർ നല്ല നല്ല പുഷ്പങ്ങൾ അറുത്ത് തമ്പുരാന് ശിവാർച്ചനത്തിനായി എത്തിച്ചു. ശരൽക്കാല മുകിലിൻ നിറമുള്ള നർമ്മദാ മണൽ തട്ടിൽ ഇരിക്കുന്ന പെരുമാളുടെ മുന്നിൽ അല്പസമയത്തിനുള്ളിൽ ഒരു പൂമല തന്നെയുണ്ടായി. അമാത്യന്മാരുടെ ബുദ്ധിപൂർവ്വ കർമ്മത്തിന് ആനന്ദമാർന്ന അരക്കർക്കോൻ ഗജേന്ദ്രൻ ഗംഗയിലേക്കെന്ന പോലെ സ്നാനത്തിനായി ഇറങ്ങി. ഉത്തമങ്ങളായ മന്ത്രങ്ങൾ ജപിച്ച് യഥാവിധി സ്നാനം ചെയ്ത് കരയ്ക്കു കയറിയ ദശാനനൻ ഈറൻ മാറി പട്ടുധരിച്ചു. മന്ത്രിമാരെല്ലാം കൈകൂപ്പിക്കൊണ്ട് ജീവനുള്ള മാമലകൾ പോലെ അർജുനെ അനുഗമിച്ചു. രാക്ഷസേശ്വരൻ എങ്ങോട്ട് പോകുമ്പോഴും സ്വർണമയമായൊരു ശിവലിംഗത്തെ കൊണ്ടുപോവുക പതിവാണ്. മണൽ തീര മധ്യത്തിൽ പരിശുദ്ധമായൊരു സ്ഥലത്തിൽ മഹേശ്വരലിംഗത്തെ വെച്ച് അമൃതിൻ്റെ ഗന്ധമാർന്ന കുസുമങ്ങളെ കൊണ്ട് പൂജിച്ചു. ഏതൊരു ദുഃഖത്തെയും തീർത്ത് വരങ്ങളേകുവാൻ സദാ സന്നദ്ധനും തരുണേന്ദു ചൂടനുമായ പരമാത്മാവിനെ ഭക്തിപൂർവം അർപ്പിച്ച് സ്തുതിഗാനാലാപനങ്ങളോടെ കരങ്ങൾ നീട്ടി ആസുരന്മാർ തിരുമുമ്പിൽ നൃത്തം തുടങ്ങി. നർമ്മദാ തീരത്തിൽ ഘോരഘോരനായ അസുരവരൻ ഇരുന്ന് പുഷ്പാഞ്ജലി ചെയ്യുന്നതിന് അടുത്തായിട്ടാണ് മാഹിഷ്മതീനാഥനും വിജയശീലനുമായ അർജുനൻ തരുണീമണികളോടൊന്നിച്ച് ജലക്രീഡ ചെയ്തിരുന്നത്. 1000 പിടിയാനകളുടെ മധ്യത്തിലെ മത്തമാതംഗം പോലെ ആ രാജരാജൻ അവരുടെ ഇടയിൽ ശോഭിച്ചു. 1000 കൈകളാണ് മന്വവേന്ദ്രനുള്ളത്. തൻ്റെ കൈക്കരുത്ത് പരീക്ഷിക്കുവാൻ തീർച്ചയാക്കിയ കാർത്തവീര്യൻ നർമ്മദയുടെ ഉഗ്രപ്രവാഹത്തെ ഒന്ന് തടഞ്ഞു. വലിയൊരു അണക്കെട്ട് പോലെ പരികഭുജങ്ങൾ നിവർത്തിയപ്പോൾ ജലത്തിൻ്റെ ഒഴുക്കിൽ ശക്തി ക്രമത്തിൽ മേൽപോട്ടായി തീർന്നു. ഇരുകരകളും കവിഞ്ഞ് മേൽപോട്ട് വെള്ളമേന്തി. ഇരുഭാഗത്തുമുള്ള മഹർഷീന്ദ്രന്മാരുടെ ദർഭവിരിപ്പുകൾ, പുഷ്പങ്ങൾ, നർമ്മദാ കയത്തിലുള്ള മകര മത്സ്യങ്ങൾ, മുതലകൾ തുടങ്ങിയവ വർഷകാല പ്രവാഹത്തിൽ എന്ന പോലെ സ്വച്ഛന്ദം മുങ്ങിപ്പൊങ്ങി തുടങ്ങി. ദശഗ്രീവന്റെ പുഷ്പാഞ്ജലി പകുതി ആയപ്പോഴാണ് കാർത്തവീര്യൻ ഈ തരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത്. എല്ലാം മുങ്ങിപ്പോയി. പിണങ്ങിയ പ്രിയതമയെ പോലെയായി തീർന്ന ശ്രീ നർമ്മദയെ ദശാസ്യൻ നോക്കി. കടലിൻ്റെ വേലിയേറ്റം പോലെ പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ടൊഴുകുന്ന ആ നദിയെ വികാരമില്ലാത്ത ഒരു കാമിനിയെ പോലെ ലങ്കാധിപൻ കണ്ടു. എന്നാൽ പക്ഷിജാലം മട്ടുമാറാതെ തന്നെ പറക്കുന്നുമുണ്ട്. വിപരീത പ്രവാഹത്തിന് കാരണമെന്തെന്നറിയുവാൻ വലങ്കൈ വിരൽ കൊണ്ട് മൗനിയായ രാവണൻ ശൂകസാരണന്മാരോട് കൽപ്പിച്ചു. രാജാജ്ഞ അനുസരിച്ച് ആ ഭ്രാതാക്കൾ വാനിൽ കൂടി പടിഞ്ഞാറോട്ട് അതിവേഗം സഞ്ചരിച്ചു. അരയോജന ചെന്നപ്പോൾ ശൂകസാരണന്മാർ സ്ത്രീരത്നങ്ങളോടൊത്ത് കളിയാടുന്ന ഒരു പുരുഷനെ നദീമധ്യത്തിൽ കണ്ടു. വലിയൊരു പൈൻ വൃക്ഷം പോലെ ദീർഘഗാത്രനായ അദ്ദേഹത്തിൻ്റെ കേശജാലം നീരിൽ ചിതറിയിരിക്കുന്നു.
മതം കൊണ്ട് കടക്കണ്ണുകൾ രക്തവർണ്ണമാർന്ന് മതവിഹ്വല മനസ്സി എന്ന ആ അരിമർദ്ദനൻ 1000 കൈകളാൽ നദീപ്രവാഹത്തെ പാദസഹസ്രത്താൽ മഹാഗിരി ഊഴിയെ എന്ന പോലെ തടുത്തിരിക്കുന്നു. 1000 പിടിയാനകളുടെ മധ്യത്തിൽ വിഹരിക്കുന്നൊരു കൊമ്പനെ പോലെ മികച്ച സുകുമാരാംഗികളാൽ ആവൃതനായ ആ അത്യദ്ഭുത തേജസ്വിയെ കണ്ട് ശൂകസാരണന്മാർ പെട്ടെന്ന് മടങ്ങിച്ചെന്ന് ദശാസിനോട് പറഞ്ഞു, പ്രഭോ, വലിയൊരു പൈൻമരം പോലെയുള്ള ഒരുവൻ അതാ അവിടെ നർമ്മദയുടെ മധ്യത്തിൽ നിൽക്കുന്നു. 1000 കയ്യുകൾ കൊണ്ട് ചിറകെട്ടി സുന്ദരീരത്നങ്ങളെ രസിപ്പിക്കുകയാണ് അദ്ദേഹം. പ്രവാഹത്തെ തടഞ്ഞപ്പോൾ കടലിൻ്റെ വേലിയേറ്റം പോലെ ഈ നദി വീണ്ടും വീണ്ടും ഏന്തുകയാണ്. ശൂകസാരണന്മാരുടെ വാക്കുകൾ കേട്ട രാവണൻ അർജുനൻ തന്നെയായിരിക്കണം അത് എന്ന് പറഞ്ഞ് യുദ്ധ ഉദ്യുക്തനായി പുറപ്പെട്ടു. പൊടി പാറിച്ചുകൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കർണകഠോരമായ മട്ടിൽ മേഘനാദം മുഴങ്ങി. കാർക്കൊണ്ടലിൽ നിന്ന് ചെഞ്ചോര വർഷിച്ചു. അതൊന്നും കണക്കാക്കാത്ത രാവണനാകട്ടെ മഹോദരൻ, മഹാപാർശ്വൻ, ധൂമ്രാക്ഷൻ, ശൂകൻ, സാരണൻ എന്നിവരാൽ ചൂഴപ്പെട്ട് കാർത്തവീര്യാർജുന സമീപത്തിലേക്ക് സത്വരം നടന്നു. നർമ്മദയിലെ ഭയാനകമായ കയത്തിലേക്ക് അഞ്ജനപ്രഭയാർന്ന ലങ്കേശ്വരൻ ഉത്തരക്ഷണത്തിലെത്തി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.